ദൈവകാരുണ്യത്താൽ ഇങ്ങനെയൊരു സമ്മേളനം ക്രമീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ദൈവവചനം പറയാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് നൽകി, അതിനുള്ളൊരു അവസരം എനിക്കുണ്ടായി എന്നുള്ളതിൽ കർത്താവിനോടും ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മളുടെ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന വിഷയം ദൈവമക്കളുടെ ഐക്യത എന്നതാണ്. ആ വിഷയം അവതരിപ്പിക്കുക എന്ന ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഐക്യത എന്നത് അതീവ പ്രാധാന്യമുള്ള, കർത്താവ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഐക്യത അത്ര എളുപ്പമല്ല. കാര്യം നമ്മൾ വ്യത്യസ്തരായിരിക്കുന്ന മനുഷ്യരല്ലേ, വ്യത്യസ്തമായ താല്പര്യങ്ങളും വ്യത്യസ്തമായ ഇടപാടുകളും രീതികളും ഒക്കെ നമുക്കുണ്ട്. തന്നിമിത്തം പലപ്പോഴും സ്വരച്ചേർച്ച ഇല്ലായ്മയും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മളുടെ മധ്യത്തിലുണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ ഒരു സഹോദരൻ പ്രശ്നമില്ലാത്ത ഒരു സഭയിൽ പോകണം എന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് വഴക്കുള്ള സഭകൾ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം ആ അന്വേഷണത്തിലാണ്. അവസരത്തിൽ മറ്റൊരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയുള്ളൊരു സഭ കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴേ ഈ സഹോദരൻ ചോദിച്ച സഹോദരൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയ സ്നേഹിത, പ്രശ്നരഹിതമായിരിക്കുന്നൊരു സഭ താങ്കൾ കണ്ടെത്തുകയാണ് എങ്കിൽ ദൈവത്തെ ഓർത്ത് ആ സഭയിൽ സഹോദരൻ ചേരരുത്. ചേർന്ന് കഴിഞ്ഞാൽ ആ സഭയിൽ പ്രശ്നമാകും എന്നെനിക്ക് ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ ദൈവമക്കളെ, നമ്മളുടെ മധ്യത്തിൽ പ്രശ്നരഹിതമായ സഭയൊന്നുമില്ല കേട്ടോ, പ്രശ്നരഹിതമായ സഭകളൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവവചനത്താൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഈ ക്യാമ്പിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. അത് ഒരു പ്രസ്താവനയുടെ നടുവിൽ വരുന്ന ഒരു പ്രസ്താവനയാണ്. എഫേസ്യ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രസ്താവനയാണ് എന്ന് നിങ്ങൾക്ക് കാണാം. 71 വാക്കുകൾ ഉള്ള ഒരു പ്രസ്താവനയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതിൻ്റെ മധ്യത്തിലാണ് ഈ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രബോധനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ വാക്യങ്ങൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സന്ദേശം ലഘുവായിട്ട് നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും പിതാവും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ
നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചാൽ ഒരുപക്ഷെ ഐക്യം വേഗത്തിലുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എഫേസോസുള്ള വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞ ആ ഭാഷയിൽ 1-2 വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: പാരക്കാലോ ഊൻ ഹുമാസ് എഗോഹോ ഡെസ്മിയോസ് എൻ കുരിയോ ആക്സിയോസ് പെരിപ്പാറ്റിസായി ടെയ്സ് ക്ലീസയോസ് എയ്സ് എക്ലിത്തീറ്റെ മെറ്റാ പാസെയ്സ് ടാപ്പയിനോ ഫ്രോൺസുനേസ് കൈ പ്രൗറ്റിറ്റോസ് മെറ്റാ മാക്രോ തൂമിയാസ് അനക്കോമെനോയ് അല്ലീലോൺ എൻ അഗാപ്പെ സ്പൗഡാക്സോണ്ടസ് ടീറൈൻ ടെയിൻ എനോയിറ്റ ടോ നുമാറ്റോസ് എൻറ്റോ സുൻഡസ്മോ ടെയ്സ് എറീനേസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഷയിലാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ 3-ാമത്തെ വാക്യമാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ശ്രമിക്കണം എന്ന വാക്ക് അതിന് ശക്തി പോരാ, അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷയിൽ ശക്തി പോരാ. അതിനേക്കാളൊക്കെ ശക്തിയുള്ള ഒരു വാക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം സ്പൗഡാക്സോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പറയുമ്പോൾ അതൊരു ചെറിയ ശ്രമമല്ല കേട്ടോ, അതൊരു ഭയങ്കര പരിശ്രമമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് സടകുടഞ്ഞ് എഴുന്നേൽക്കുക, ഉണരുക, ഒരുങ്ങുക, തീവ്രമായി പരിശ്രമിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ആ വാക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പം ഐക്യത വന്നാലും കൊള്ളാം, വന്നെങ്കിലും കൊള്ളാം എന്നൊരു ആശയത്തിലല്ല കേട്ടോ. അവിടെ പറയുന്നത് തീവ്രമായ ഒരു പരിശ്രമം, തീവ്രമായ ഒരു ശ്രദ്ധ, തീവ്രമായ ഒരു തീരുമാനം ഐക്യതയ്ക്ക് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അതിനുപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു വർത്തമാനകാല പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരന്തരമായിട്ട് തുടരേണ്ട ഒരു പരിപാടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐക്യത എന്ന് പറയുന്നത് നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ പരിശ്രമിച്ചാൽ പോരാ, ഐക്യത നിലനിർത്തുക എന്നത് നിരന്തരമായ വിശ്വാസികളുടെ പരിശ്രമം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഐക്യത നിലനിർത്തുക എന്ന് പറയുന്ന കാര്യം. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു ആത്മാവിൻ്റെ ഐക്യത, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ പരിശ്രമിക്കുക, നിരന്തരമായി പരിശ്രമിക്കുക എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇതിനെ ഞാൻ ഐക്യതയ്ക്കുള്ള കൽപ്പന എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസോസുള്ള വിശ്വാസികളോട് പറയുമ്പോൾ അല്ല, എക്കാലത്തുമുള്ള വിശ്വാസികളോട് പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു കൽപ്പനയാണ് ഐക്യത സൂക്ഷിക്കുക എന്ന കൽപ്പന. അപ്പം ആ കൽപ്പന നൽകുന്നയാളിനെ കുറിച്ച് നമ്മൾ ആദ്യമേ വായിക്കുന്നുണ്ട്. പറഞ്ഞത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ എന്നാണ് അദ്ദേഹം. അത് വളരെ ശക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്, ഞാൻ എന്ന് പറയുന്ന പ്രസ്താവന. എന്ന് പറഞ്ഞാൽ ഇത് അപ്പസ്തലികമായ അധികാരത്തിലുള്ള ഒരു കൽപ്പനയാണ്. ഇതൊരു സാധാരണ വ്യക്തിയുടെ ഒരു പ്രബോധനമോ ആഹ്വാനമോ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം തൻ്റെ വചനം നൽകുവാൻ അധികാരമുള്ള ദൈവത്തിൻ്റെ അപ്പോസ്തോലനാണ് ഈ കൽപ്പന നൽകുന്നയാളിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. കർത്തൃസേവ നിമിത്തം, കർത്തൃസേവ എന്നുള്ളതായിരിക്കുന്ന വാക്കില്ല, കർത്താവായ യേശുക്രിസ്തു നിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് എന്ന ഞാൻ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആളുകൾ ഐക്യതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും അച്ചായ, അല്ലെങ്കിൽ പൗലോസിനെ അച്ചായ എന്നാന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല, സഹോദരൻ എന്ന് പറയുമായിരിക്കും അല്ലേ. അദ്ദേഹത്തിന് പറയും ഇത് പണി പ്രയാസമാകും കേട്ടോ, ഇത് ബുദ്ധിമുട്ടാ, എളുപ്പമല്ലല്ലോ. അപ്പം അദ്ദേഹം തന്നെ കൈകൾ ഉയർത്തി കാണിക്കും. 2 കൈയിലും ചങ്ങലകളുണ്ടാകും. ക്രിസ്തീയ ജീവിതവും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളും നിവർത്തിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, അത് എളുപ്പമുള്ള കാര്യമല്ല. കർത്താവായ യേശുക്രിസ്തു നിമിത്തം ബദ്ധനായിരിക്കുന്ന
പൗലോസ് എന്ന ഞാൻ, അദ്ദേഹമാണ് ഈ കൽപ്പന ദൈവമക്കൾക്ക് തരുന്നത്. എന്ത് ദൂരവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിവർത്തിക്കായിട്ട് പോകുവാൻ തയ്യാറുള്ള, തൻ്റെ കഴുത്ത് സുവിശേഷത്തിൻ്റെ നിവർത്തിക്കായി വച്ചുകൊടുക്കുവാൻ മനസ്സുള്ള ദൈവദാസനായ അപ്പോസ്തലനായ പൗലോസാണ് ഈ കൽപ്പന നമുക്ക് തരുന്നത്. ഈ കൽപ്പന ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് അല്പം വിശദീകരിച്ച് പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിച്ചാൽ പോരാ, പരിശ്രമിക്കുക, അത്യുത്സാഹം കാണിക്കുക എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോഴേ സമാധാനം ഉണ്ടാക്കാനല്ല കേട്ടോ കൽപ്പന, സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പനയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉളവാക്കിയ ഐക്യത നിലനിർത്തണം എന്നതാണ് കൽപ്പന. നമുക്കറിയാം ഈ കാലങ്ങളിൽ എക്യുമെനിസമൊക്കെ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, തമ്പുരാൻ ഉണ്ടാക്കാത്ത ഐക്യത തമ്മിൽ കെട്ടി ആ നിലയിലുള്ളൊരു പരിപാടിയാണ് അത് കേട്ടോ. അല്ല, അതൊന്നും സാധിക്കില്ല. അതിന് ദൈവത്തിന് പരിപാടിയുമില്ല. സത്യത്തെ ബലികഴിച്ചുകൊണ്ട്, ദൈവിക ഉപദേശങ്ങളെ ബലികഴിച്ചുകൊണ്ട് ഐക്യതയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനമില്ല. പിന്നെ ഈ ആഹ്വാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉളവാക്കിയ ആ ഐക്യത നിലനിർത്തണം എന്ന കൽപ്പനയാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്നത്. അപ്പം ആ ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ഐക്യതയുടെ അടിസ്ഥാനമായിട്ട് 7 കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ ഐക്യതയുടെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം 7 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒന്നാക്കി തീർത്തതിന്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സാധിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള 7 കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ വിളിച്ചപ്പോൾ, രക്ഷയ്ക്കായിട്ട് അവരെ വിളിച്ചപ്പോൾ, ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സുവിശേഷം സ്വീകരിച്ച അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, ആ വ്യക്തിയെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് ഒന്നാക്കുന്നു എന്നതാണ് ആത്മാവ് വരുത്തുന്ന ഐക്യത എന്ന് പറയുന്നത്. അതാണ് ആത്മസ്നാനം എന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. യഹൂദനാകട്ടെ, യവനനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റുമിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവ പൈതലിനെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി, ഒരു അവയവമായി ഒരുമിച്ച് ചേർത്തിരിക്കുന്നു എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് വിഘടിച്ച് നിൽക്കാനായിട്ട് അനുവാദമില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ആളുകളുടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ഒരു അംഗമായി, ശരീരത്തിൻ്റെ ഒരു അവയവമായി ദൈവം നമ്മളെ തീർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുകയുള്ളൂ എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവയവങ്ങൾ വിഘടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായൊരു കുറ്റമാകട്ടോ. അവയവങ്ങൾ വിഘടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കുന്ന കുറ്റമാണ്. നമ്മളതിന് പറയുന്നൊരു പേരാണ്, എന്താണെന്നറിയോ? ക്യാൻസർ എന്നാണ് പറയുന്നത്. എന്താ ചെയ്യാൻ പറ്റുക അവന്? അയ്യോ, എന്തൊരു ഭയങ്കര പരിപാടിയാണ്. അവയവങ്ങൾ വിഘടിക്കരുത്, ശരീരത്തോട് മത്സരിക്കരുത്, ഒരുമിച്ച് നിൽക്കുവാനുള്ളതായിരിക്കുന്ന ബാധ്യത അവയവങ്ങളായി ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ദൈവമക്കൾക്കുണ്ട് എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ 6 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം, എനിക്ക് വിശദീകരിക്കാനായിട്ട് സമയമില്ല. ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ, അല്ലെങ്കിൽ പറഞ്ഞ ആദ്യത്തെ പ്രസ്ഥാനം എന്താ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. നിങ്ങളെ വിളിച്ചപ്പോൾ
പിന്നെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ ആരും വന്ന് കയറിയ ആൾക്കാരല്ല കേട്ടോ. നമുക്കങ്ങനെ വന്ന് കയറാൻ ഒക്കത്തില്ല. കർത്താവ് വിളിച്ചത് കൊണ്ട് വന്നതാണ്. അവന്റെ സ്നേഹത്തിന്റെ വിളി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലവത്തായിരിക്കുന്ന വിളി, അതാണ് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് കാരണമായി തീർന്നത്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചപ്പോൾ, ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, പ്രത്യാശ എന്നുള്ളത്, ആത്യന്തിക പ്രത്യാശ അതിനകത്ത് ഉണ്ടെന്നുള്ളത് ശരിയാകും കേട്ടോ. എന്നാൽ ഏക ലക്ഷ്യം എന്നുള്ളതായിരിക്കുന്ന ആശയവും അതിലുണ്ട്. കർത്താവ് എന്തിനാ വിളിച്ചത്? ഞാൻ പറയാം. സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അവന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ ഉദ്ദേശ്യമാണ്, ആ പ്രത്യാശയാണ്, ആ ലക്ഷ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എനിക്കൊരു ഉദ്ദേശവും നിങ്ങൾക്ക് വേറൊരു ഉദ്ദേശവും ദൈവം തന്നിട്ടില്ല കേട്ടോ. ഒരു ഉദ്ദേശമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ഐക്യതയുണ്ട്, ഇല്ലേ? നമുക്ക് പല അജണ്ട, പല ലക്ഷ്യങ്ങളാകുമ്പോഴാണ് പ്രശ്നം. ദൈവപ്രസാദം എന്നുള്ള ഏക ലക്ഷ്യം മുൻകണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ഒരുമിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. നമ്മളുടെ തന്നെ പേഴ്സണൽ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിവർത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഏക പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ആ പ്രത്യാശയെക്കുറിച്ച് പറയാം. ആത്യന്തിക പ്രത്യാശ. നമ്മളെല്ലാവരും ഒരു സ്ഥലത്തോട്ട് പോകുന്ന ആൾക്കാരല്ലേ? എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്നൊരു പ്രത്യാശ എനിക്കുള്ളത് കേട്ടോ. നമ്മൾ ക്യാമ്പിന് വന്നതുകൊണ്ട് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് ചെല്ലുമെന്നൊന്നും അങ്ങനെ ഞാൻ പറയില്ല. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ് എങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യാശയാണുള്ളത്. അത് ഞാൻ ഈ പ്രായമൊക്കെ, ഞാനിപ്പോൾ ബാബു വർഗീസവനെ കാണുമ്പോൾ തലമുടിയൊക്കെ ഇങ്ങനെ നരച്ചല്ലേ, എന്തൊരു സൗന്ദര്യം ആ തലമുടി ഉണ്ടല്ലേ. അതൊക്കെ കാണുമ്പം കർത്താവ് ഇങ്ങോട്ട് വന്ന് കർത്താവിനോടുകൂടെ അങ്ങോട്ട് പോകാമെന്നൊരു വിചാരം എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു ചിന്ത. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് വിചാരിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവിനെ കാണുവാൻ ഒരു ദിവസം, എത്ര കാലം കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഒരുപാട് കാലമൊന്നും ഇനിയില്ല, ഞാൻ പറന്നു പോകും. അവൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പറന്നെത്തും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, നമുക്ക് എല്ലാവർക്കും ആ പ്രത്യാശ തന്നെയാണ് ഉള്ളത്. നമ്മളെ കർത്താവിനെ നമ്മൾ കാണും, അവൻ്റെ അടുക്കൽ നാം ചെല്ലും. സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത കർത്താവിൻ്റെ അടുക്കൽ നാം എത്തിച്ചേരും എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ചില സഹോദരന്മാര് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിരിക്കാനുള്ള ആൾക്കാരല്ലേ. ചിലരെ കണ്ടാൽ മിണ്ടുകയല്ല, അവരിങ്ങനെ അങ്ങ് മുഖം തിരിച്ച് നിൽക്കുക, ഇല്ലയോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കാൻ പോണേ? നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ പൊന്നെ, ഈ ലോകത്ത് വെച്ചും കൂടെ അങ്ങ് ചെയ്താൽ പോരായോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ വഴക്കില്ലെന്ന്. നമ്മളൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ഒരു പ്രതീക്ഷയോടുകൂടെ, ഒരു പ്രത്യാശയ്ക്കായിട്ട് വിളിക്കപ്പെട്ട ആളുകളല്ലേ. ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യം വേഗത്തിൽ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ, ഒരു സഭയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം. അതാണ് ദൈവത്തിന് സഭ. ആ സഭയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലെ അവയവങ്ങളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആത്മാവൊന്ന്, നമ്മെ ഒരു ശരീരമാക്കി തീർത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളിലും വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഏക ആത്മാവ്. കർത്താവ് ഒരുവനല്ലേ. നമ്മളെല്ലാവരും ഒരു കർത്താവിനെയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നായകനാണ്, എൻ്റെ നടത്തിപ്പുകാരനാണ് എന്ന് നാം പറയുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ. നമുക്ക് പല കർത്താക്കന്മാരില്ല. യേശുക്രിസ്തുവിനെ മുൻപിൽ തലകുനിക്കുന്ന, യേശുക്രിസ്തുവിനെ മുൻപിൽ ജീവിതങ്ങളെ സമർപ്പിച്ച, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഒരു കർത്താവല്ലേ ഉള്ളൂ, ഒരു കർത്താവ്. പിന്നെ പറഞ്ഞു വിശ്വാസമൊന്ന്. അതിനെക്കുറിച്ച്
കമൻറ്റേറ്റ് ഹാർണൽ ഹോണർ എന്ന് പറയുന്നതായിരിക്കും പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. നമ്മളവരും ഒരുപോലെ പാപികളാണ് എന്നുള്ള ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്ന് രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തു എന്ന ഏക രക്ഷകനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരേ നിലയിൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? We are saved the same way. നാം ഒരേ നിലയിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഇങ്ങനെ വിശ്വസിച്ചു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഒരേ നിലയിൽ പരസ്യപ്പെടുത്തിയതാണ്. നിങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോഴും എന്നെ സ്നാനപ്പെടുത്തിയ ഒരേപോലെ തന്നെയാണ്. താഴോട്ട് പോയി മേളോട്ട് പൊങ്ങി, അങ്ങനെയാണ് നമ്മൾ സ്നാനപ്പെട്ടത്. സ്നാനം ഒന്ന് എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ കാര്യം എനിക്ക് വളരെ നടുക്കമുണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അത് ശരി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, ത്രിയേക ദൈവമാണ് ഈ ഐക്യതയുടെ അടിസ്ഥാനം. ദൈവത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് ഇച്ചിരി നടുക്കമായി പോയി കേട്ടോ. ഞാനത് വായിച്ചപ്പോൾ എല്ലാവർക്കും മീതെയുള്ളവൻ, എനിക്കത് മനസ്സിലാവും കേട്ടോ. പിതാവായ ദൈവം എല്ലാവർക്കും മീതെയുള്ള. അത് ശരി. നമ്മൾ ഐക്യതയ്ക്കെതിരായിട്ടൊക്കെ നിൽക്കുമ്പം തമ്പുരാനോടാണ് നമ്മൾ കളിക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. എല്ലാറ്റിനും മീതെ ഉള്ളവൻ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞു, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ. എല്ലാവരും, പിതാവായ ദൈവം എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യാപരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ച് കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് കൊടുക്കേണ്ടി വരുന്ന, എല്ലാ പ്രവർത്തനങ്ങൾക്കും നാം ഉത്തരവാദിയായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെയാണ്. ആ ദൈവമാണ് ഈ ഐക്യതയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. എല്ലാവരിലും വസിക്കുന്ന എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മീതെ ഇരിക്കുന്നവനുമായി, എല്ലാവർക്കും പിന്നെ എല്ലാവരിലും ഇരിക്കുന്നവനുമായി. അത് ശരി, എല്ലാവരിലും ഇരിക്കുന്നവനുമായി പിതാവായ ദൈവം നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന കാര്യം ബൈബിളിലെ പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് കാണുന്ന ഒരു ആശയമല്ല. പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സകലത്തിന് മീതെ ഇരിക്കുന്ന, സകലരോടും സകലർക്കും അവരുടെ ജീവിതത്തിന്, പ്രവർത്തനങ്ങൾക്ക് കാരണഭൂതനും ഉത്തരവാദിയുമായിരിക്കുന്ന, പിന്നെ സകലരിലും ഇരിക്കുന്ന ആ ദൈവമാണ്, ഈ ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വേലിറക്ക് കാണിച്ചാൽ നമ്മളുടെ പണിയെന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിൻ്റെ നേരെയുള്ള ഒരു പരിപാടിയാണ് എന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. സകലത്തിൻ്റെയും മീതെ ഇരിക്കുന്നവനായിരിക്കുന്ന ദൈവം, സകലരിലും വ്യാപരിക്കുന്നവനായ ദൈവം, സകലരിലും വസിക്കുന്നവനായിരിക്കുന്ന ദൈവം. ഇതാണ് ഐക്യതയ്ക്കുള്ള കാരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതാണ് ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്നതാണ്. ഇതിനെയാണ് നിലനിർത്താൻ പറഞ്ഞത്. നിലനിർത്തുക എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്കും രസകരമായിരിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ. സമാധാന ബന്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയതായ ഈ ഏകത, ഈ ഐക്യത സമാധാനം എന്ന് പറയുന്ന ചരടിൽ, സമാധാനം എന്ന് പറയുന്ന ബന്ധത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സമാധാനത്തിന്റെ ചരട് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ത്രിയേക ദൈവം ഉളവാക്കിയ ഈ ഐക്യത നിങ്ങൾ സൂക്ഷിക്കണം, കെട്ടി സൂക്ഷിക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. സമാധാനത്തിന്റെ ബന്ധം, സമാധാനം എന്നുള്ള ചരടുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം ഉളവാക്കിയ ഐക്യത നാം സൂക്ഷിക്കണം എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ സമാധാനത്തിന്റെ ബന്ധം എന്ന് പറയുന്ന ചരട് എന്ന് പറയുന്ന വാക്ക് ഒന്നാമത്തെ വാക്യത്തിന് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ടോ? അത് തന്റെ ബന്ധനത്തെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. തൻ്റെ കൈകളും ഉള്ളതായിരിക്കുന്ന ചങ്ങലയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചങ്ങല എന്ന് പറയുന്നത് ബന്ധനത്തിന്റെ ചങ്ങലയല്ല, സമാധാനത്തെ നിലനിർത്തുവാനുള്ള ആ ഉത്തരവാദിത്വം, ആ തീരുമാനം എന്ന് പറയുന്ന ആ ചങ്ങലയെക്കുറിച്ചാണ്, അല്ലെ ആ ബാന്ധവത്തെക്കുറിച്ചാണ്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉളവാക്കിയതായിരിക്കുന്ന ഈ ഐക്യത, ആ സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് അതിനിടയിൽ സമാധാനക്കേട് ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉളവാക്കിയ ആ ഐക്യതയിൽ അതിൻ്റെ സമാധാനം കെടുത്തുന്നതൊന്നും നമ്മിൽ നിന്ന് ഉളവായിക്കൂടാ എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത് നിങ്ങളോട് പറഞ്ഞത് സമാധാനത്തിനായുള്ള കൽപ്പനയാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ കരങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രതി ചങ്ങല ധരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ പ്രിയ വാത്സല്യ വിശ്വാസികളോട് താൻ പറയുകയാണ്, ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. അതിന് ഒരുപാട് വില കൊടുത്ത് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുവാനായിട്ട് ത്രിയേക ദൈവം തൻ്റെ നിത്യ പരിപാടിയിൽ അത്യധികം മുതൽ മുടക്ക് നടത്തി നിങ്ങളെ ഒന്നാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരുമ എന്ന് പറയുന്ന പരിപാടിക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്ത് യാതൊരു അസമാധാനവും വരുത്തരുത്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഐക്യതയ്ക്കുള്ളതായിരിക്കുന്ന കൽപ്പന എന്ന് ഞാൻ ആ വാക്യത്തെ വിളിക്കും. താഴെ ഈ ഐക്യതയ്ക്കുള്ളതായ അടിസ്ഥാനം എന്ന് താഴെയുള്ള വാക്യങ്ങളെക്കുറിച്ച് പറയും. ഒന്നാമത്തെ വാക്യം മുതലുള്ള 3 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഈ ഐക്യത എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഒരുപാട് വിശദീകരിക്കാനായിട്ട് എനിക്ക് നേരമില്ല. ഐക്യതയ്ക്കുള്ള വഴി, ഐക്യതയ്ക്കുള്ളതായിരിക്കുന്ന മുഖാന്തരം എന്താണ് എന്നാണ് ആദ്യമേ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. ആ വഴി പറഞ്ഞതിന് ശേഷമാണ് ഐക്യതയ്ക്കുള്ള കൽപ്പനയും അതിൻ്റെ അടിസ്ഥാനവും യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. therefore എന്ന് പറഞ്ഞാൽ കേട്ടോ, 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യം വാക്ക് therefore എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അത് മലയാള പരിഭാഷയിലില്ല. therefore എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിച്ച എല്ലാ സത്യങ്ങളും അതാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് താൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ താൻ പറഞ്ഞ ആത്മീക സത്യങ്ങൾ, താൻ പറഞ്ഞതായിരിക്കുന്ന ദൈവവചനത്തിലെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം, ജാതികളും യഹൂദന്മാരുമായി 2 തരമായി വേർപിരിഞ്ഞു നിന്ന ആ 2 കൂട്ടരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്നാക്കിയ ദൈവത്തിൻ്റെ പരിപാടി, ദൈവത്തിൻ്റെ സഭയുടെ മർമ്മം, ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ വിളിക്ക് യോഗ്യമാകും വണ്ണം നടക്കണം. അങ്ങനെയാണ് ആ വാക്യം ഇംഗ്ലീഷിൽ കാണുന്നത്. വാക്ക് വർതി ഓഫ് ദ കോളിംഗ് ബൈ വിച്ച് യു ആർ കോൾഡ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ പ്രസ്താവന ഞാനിങ്ങനെ പറയാം, സുവിശേഷം വിശ്വസിച്ച ആളുകൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ട ആളുകളാണ്. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സുവിശേഷത്താൽ വിളിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന് ഹിതപ്രകാരം ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം. യോഗ്യമാവണ്ണം എന്ന് പറയുന്ന വാക്കും വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്കാണ്. അക്സിയോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് തുലാസ് എന്നതിൽ നിന്ന് വന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. തുലാസ് എന്നാണ് അതിൻ്റെ, അതിൽ നിന്നാണ് ആ വാക്ക് വന്നത്. നമുക്കറിയാമല്ലോ, ഒരു തുലാസ് എങ്ങനെയാ വെയിറ്റ് നോക്കുന്നത്? തുലാസിൽ ഒരു തട്ടിൽ അതിൻ്റെ വെയിറ്റ് വയ്ക്കും, മറ്റേ തട്ടിൽ സാധനം വയ്ക്കും. സാധനം വയ്ക്കുന്ന ഉടനെ ചില അണ്ണന്മാരുണ്ട് കേട്ടോ, അവർ പയ്യെ ഈ വെയിറ്റ് ഒന്ന് താങ്ങി കൊടുക്കും. അപ്പോൾ ഇത് ചോദിച്ചാൽ ഈ സാധനത്തിന് ഈ സാധനത്തിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് കിട്ടത്തില്ല. നമ്മൾ 1 കിലോ വാങ്ങിച്ചാൽ 1 കിലോ കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ തട്ടിപ്പ് കാണിച്ചു എന്നാണ് അതിൻ്റെ കാരണം. സത്യസന്ധമായിരിക്കുന്ന പരിപാടിയാണ് എങ്കിൽ അതിൻ്റെ ഭാരം വെയിറ്റ് നോക്കുന്ന സാധനം ഒരു തട്ടില്, പിന്നെ വെയിറ്റ് അളക്കേണ്ട സാധനം മറ്റേതിൽ എങ്ങനെ നിൽക്കണം?
നേരെ നോക്കുന്നതിനെ ആ സൂചി അങ്ങനെ നേരെ തന്നെ നിൽക്കണം. അതാണ് ശരിയായ പരിപാടി. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് നമ്മളോട് പറയും, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്ന ഒരു തട്ടിൽ വെക്കണം, മറുതട്ടില് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന കാര്യവും വെക്കണം. അത് തമ്മിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. വാക്ക് വർതി ഓഫ് ദ കോൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ തൻ്റെ ചുടുചോരയാൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവ മക്കൾ അതിന് യോജിച്ച നിലയിലുള്ള ഒരു ജീവിതം നയിക്കണം എന്ന കൽപ്പനയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വാക്ക് വർതി ഓഫ് ദ കോൾ. നിങ്ങളെ വിളിച്ച് വിളിക്ക് യോഗ്യമാകും വേണ്ട നിങ്ങൾ നടക്കണം. നമ്മൾ പറയുമല്ലോ, വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും പറച്ചിലൊക്കെ ഒരു സ്ഥലത്ത്, ജീവിതം എന്ന് പറയുന്നത് വേറൊരു നിലയിൽ. അങ്ങനെ നമ്മൾ ആൾക്കാരെ കുറിച്ച് പറയാ. പറഞ്ഞതുപോലെ എടുത്ത കോളിനുള്ള മഴയില്ല എന്ന് നമ്മൾ പറയല്ലേ. എടുത്ത കോളിനുള്ള മഴയില്ല. വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ, പക്ഷെങ്കിൽ അതിനനുസൃതമായ രീതിയിലുള്ള ഒരു ജീവിതത്തിന് ശൈലിയില്ല. അത് ഗൗരവമായിരിക്കുന്ന പ്രശ്നമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയാനുള്ളത്. യു നീഡ് ടു ബാലൻസ് യുവർ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ ഒരു തുല്യത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സാധ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനുവേണ്ടല്ലോ പരിശ്രമമെങ്കിലും അത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവർ വിശ്വസിച്ച സുവിശേഷത്തിൻ്റെ അതിൻ്റെ ആഹ്വാനമനുസരിച്ച്, അതിൻ്റെ ഡിമാൻഡ്സ് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കടപ്പെട്ട ആളുകളാണ് എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഐക്യത സൂക്ഷിക്കാനായിട്ട് യാതൊരു പ്രയാസമില്ല. ഞാൻ സഹോദരങ്ങളോട് പറയാം, ഐക്യതയോടുകൂടെ ജീവിക്കണമെങ്കിൽ ഭക്തന്മാരായെങ്കിലേ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഐക്യതയോടുകൂടെ ദൈവം പറയുന്ന നിലയിൽ ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ദൈവം പറയുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഭക്തിയും ആ നിലയിലുള്ള വിധേയത്വവും കൂടാതെ സാധിക്കില്ല. നമുക്കൊക്കെ ഉള്ള ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ ഭക്തന്മാരല്ല, പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് നിർത്തണം. അത് നല്ല കാര്യം. നടക്കുകയില്ല. പ്രശ്നങ്ങൾ എന്താണ്? നമ്മളെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നമ്മളെ ജീവിതത്തിലുള്ള പാപങ്ങളെയും കുറ്റങ്ങളെയും എന്ന് പറയാല്ലേ, ഇതൊക്കെ പരിഹരിക്കാതെ രമ്യതയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. വിളിക്ക് അനുസൃതമായ രീതിയിലൊരു രൂപാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിതത്തിൽ വരുത്തുന്നുവെങ്കിൽ നമ്മളുടെയൊക്കെ മധ്യത്തിൽ ഒരുപാട് സ്നേഹവും ഐക്യതയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ബാഹ്യമായ ബന്ധനങ്ങളും സമ്മർദ്ദങ്ങളും പിടിച്ചടക്കലും ഒന്നും മനുഷ്യ ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാൻ പര്യാപ്തമായ കാര്യമല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള മനസ്സ് മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവിടെയാണ് ഐക്യത ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റ് യാതൊരു പരിപാടി കൊണ്ടും ഐക്യത സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവ് പ്രവാചകനിലൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ച നാളിൽ ഞാൻ അവരോട് ഉടമ്പടി ചെയ്തു, പക്ഷെങ്കിൽ ആ ഉടമ്പടി എല്ലാം അവർ ലംഘിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ, പുതിയ ഉടമ്പടി, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. നമ്മളുടെ അർപ്പണ സഹോദരിക്ക് ഒരു പുതിയ ഹൃദയം കിട്ടി അല്ലേ? എൻ്റെ പൊന്നെ, എന്തോ പണിയായിരുന്നു അല്ലേ? ഒരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബം ആ ഹൃദയം സമ്മാനം ചെയ്യാനുള്ളതായിരിക്കുന്ന മനസ്സ് കാണിച്ചു. എന്നിട്ട് ആ ഹൃദയം അവർ എടുത്തു, ഒരു ഹെലികോപ്റ്ററിൽ അത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് ഒരു 5-6 ഡോക്ടർമാർ ഒരു 6 മണിക്കൂർ നേരം പരിശ്രമിച്ചിട്ട് തൻ്റെ കേട് ഉണ്ടായിരുന്ന ആ ഹൃദയം മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം അദ്ദേഹത്തിന് കൊടുത്തു. അതിനി നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറിയ കാലം ഇനി നന്നായിട്ട് ജീവിക്കാനായിട്ട് ആ സഹോദരിക്ക് സാധിക്കും. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ പൊന്നെ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചെറിയ കാര്യമായിട്ട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അല്ലെന്നേ. ദിസ് ഇസ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. ഇത് ഹൃദയത്തിന് മാറ്റിവെക്കലാണ്. ഇത് ഹൃദയമാറ്റി ശസ്ത്രക്രിയയാണ്. ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും.
എന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ. ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇനിയും സഹോദരൻ സഹോദരനോടും അപ്പൻ മകനോടും ഒന്നും ദൈവത്തെ അനുസരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ ആചരിക്കും, ദൈവത്തിൻ്റെ വചനം കേൾക്കും, ദൈവഹിത പ്രകാരം ജീവിക്കും എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതെ, ജീവിതത്തിൽ രൂപാന്തരം വരാതെ നമുക്ക് ദൈവഹിത പ്രകാരമുള്ള പരിപാടികളൊന്നും സാധിക്കുകയില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്ന ജീവിതത്തിൻ്റെ രൂപാന്തരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പം ഈ രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് അദ്ദേഹം ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം 4 കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യും. ഇതാണ് ഐക്യതയ്ക്കുള്ള വഴിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ 4 പ്രത്യേകമായിരിക്കുന്ന തെളിവുകളാണ്, അല്ലെങ്കിൽ ആ രൂപാന്തരമാണ് ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, പൂർണ്ണ വിനയത്തോടും. പൂർണ്ണ എന്ന് പറയുന്ന വാക്ക് വിനയത്തോടുകൂടെ മാത്രമല്ല കേട്ടോ, അതിൻ്റെ അടുത്ത വാക്യത്തോടും കൂടെ ചേർന്നുള്ള വാക്ക്. ഈ പൂർണ്ണ 2 കാര്യത്തെ കുറിക്കുന്ന വാക്കാണ്. ഓൾ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് ഇറ്റ് ഇസ് ആക്ച്വലി എ ക്വാളിഫിക്കേഷൻ ഫോർ ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജെന്റിൽനെസ് എന്ന് പറയുന്നതായിരിക്കുന്ന 2 വാക്കുകളെ ഉൾപ്പെടുത്തുന്നതാണ്. അവിടെ ഐക്യതയ്ക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണ. ഞാൻ പെന്തിക്കോസുകാരനായിരുന്ന കാലത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നീട്ടിപ്പറയും. അങ്ങനെ അങ്ങോട്ട് ഇവിടുത്തെ പൂർണ്ണ എന്ന് പറഞ്ഞ് നിർത്തത്തില്ല. ഞങ്ങളെന്ന് പറയുന്നു പൂർണ്ണ അത് പറയാം. അപ്പം അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് കേട്ടോ, പൂർണ്ണ. ശരി, അത് ശരി, പൂർണ്ണ. ഇത് സാധാരണ മണി കൊണ്ട് നടക്കൂല കേട്ടോ. ഇത് തികവുള്ള ഒരു പരിപാടി കൊണ്ട് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഐക്യത, ഒരു സമാധാനം, ഒരു രമ്യത ദൈവമക്കളുടെ മധ്യത്തിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ജീവിതങ്ങൾ വ്യതിയാനപ്പെടാതെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, പൂർണ്ണ വിനയം. വിനയം എന്ന് പറഞ്ഞാൽ എന്താ? ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, അഹങ്കാരത്തിനെതിരാണ് വിനയം. അത് നമുക്ക് അറിയാം അല്ലേ? വിനയം എന്ന് പറയുന്നത് അഹങ്കാരത്തിനെതിരെ അല്ലയോ? നമ്മുടെ ഇടയിലുള്ള പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? അഹങ്കാരമാണേ. ഞാനെന്നുള്ളതായിരിക്കുന്ന ഭാവമാണ്. അതാ പ്രശ്നം. അതിനെക്കുറിച്ച് ഒറിഗൻ എന്ന് പറയുന്നതായിരിക്കുന്ന സഭാപിതാവ് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, God has humbled himself, but man is still proud. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാ. സ്വർഗത്തിലെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ തന്നെത്താൻ താഴ്ത്തി. He humbled himself, but man is still proud. എന്നാൽ മനുഷ്യൻ ഇപ്പോഴും വാല് പൊക്കി അങ്ങ് നിൽക്കുകയെന്നാ പറഞ്ഞേ. അയ്യോ, അത് ഭയങ്കരമാകുന്നില്ലോ. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും, ഇല്ലയോ? കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറയണേ? അതൊക്കെ വലിയ കാര്യമായിട്ടൊക്കെയാ പറയുന്നത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഒരു അല്പസമയം നമ്മൾ ചെലവഴിക്കണം. അവനോട് കൂടെ നടക്കണം. തൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടെ അവരുടെ കാലുകൾ കഴുകുവാൻ ഒരു സേവകൻ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു വീട്ടിൽ വന്നാൽ പൊടിപെടേണ്ട കാല് കഴുകുന്നത് അവിടുത്തെ ഒരു വേലക്കാരനാണ്. പക്ഷെങ്കിൽ ഇവർ കൂടിയ വീട്ടിൽ വേലക്കാരും ഇല്ല. പത്രോസ് യോഹന്നാന്റെ കാല് കഴുകുമോ? അതങ്ങ് മനസ്സിരിക്കട്ടെ അല്ലേ? ചെയ്യുമോ? യോഹന്നാൻ യാക്കോബിന്റെ കാല് കഴുകുമോ? ഭക്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാ. കാല് കഴുകുന്നൊന്നും ആവശ്യമില്ല. കർത്താവിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് പോകും.
തൻ്റെ അരയിൽ ഒരു തുവർത്ത് താൻ കെട്ടി, കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, താൻ കുരിഞ്ഞു, തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. പറഞ്ഞാളല്ലേ, അങ്ങനെ കർത്താവിന് ചെയ്യരുത് വന്നല്ലേ. ഇത് കണ്ട പത്രോസ് നടുങ്ങിപ്പോയി കേട്ടോ. അയ്യോ, ഹൃദയം പൊട്ടിപ്പോയി. തൻ്റെ അടുക്ക് വന്നപ്പം പത്രോസ് പറഞ്ഞു, ചത്താലും നീ എൻ്റെ കാല് കഴുകുകയില്ല. ചത്താലും എന്നുള്ള വാക്ക് വിവേചിച്ചില്ല, ശരിയാ. നീ ഒരിക്കലും എൻ്റെ കാല് കഴുകുകയില്ല, ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് കൂട്ടായ്മയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ വലിയ വർത്താനമൊക്കെ പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. വിനയം, ആളുകളുടെ മുൻപിൽ തലകുനിക്കുവാൻ, താഴുവാൻ, അതിനൊന്നും നമുക്കാർക്കും മനസ്സില്ല. എന്നിട്ട് പിന്നെ പറയും ഐക്യതയില്ല. ഓ അത് ശരി, അത് ശരി. വഴക്ക, ഓ ശരി, അത് ശരി. താഴ്മ എങ്ങനെയുണ്ട്? ആർക്കും കുനിഞ്ഞു കൊടുക്കൂല. അത് ശരി, എങ്കിൽ ഐക്യത ഉണ്ടാവും, നല്ല ഐക്യത ഉണ്ടാവും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് താഴ്മയില്ലാതെ, വിനയപ്പെടാതെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താതെ, ഈ സ്വയവും അവകാശവാദങ്ങളും ഒക്കെ പൊക്കിപ്പിടിച്ച് ദൈവം പറയുന്നതായിരിക്കുന്ന ഐക്യം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പൂർണ്ണ വിനയത്തോടും. അപ്പം അതിനെക്കുറിച്ച് C.S. ലൂയിസ് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. വിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വിനയമെന്ന് പറയുന്നത് അപകർഷതാബോധമല്ല, വിനയമെന്ന് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെ ചെറുതാണ് എന്ന് ചിന്തിക്കുന്നതല്ല, തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാതിരിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. He said, humility is not thinking of you as less, but thinking of you less. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചെറുതാണ് എന്ന് ചിന്തിക്കുന്നതല്ല, നമ്മളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് വിനയം. നമ്മളുടെ അവകാശങ്ങൾ, നമ്മളുടെ പേര്, നമ്മളുടെ അഭിപ്രായം, നമ്മളുടെ തീരുമാനം, ഇതൊക്കെ നടത്തി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കാത്തതാണ്. അതാണ് വിനയം എന്ന് പറയുന്നത്. ഐ ഡോണ്ട് ഫൈറ്റ് ഫോർ മൈ ഓൺ റൈറ്റ്സ്. എൻ്റെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. കർത്താവിൻ്റെ മഹത്വത്തിനും സുവിശേഷത്തിനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. ഐ ഡോണ്ട് ഹാവ് എൻ അജണ്ട. എനിക്ക് എന്നെ പൊക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. അതിൽ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചതല്ലേ, ഏക പ്രത്യാശ, ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, വല്ല വിധേനയും സുവിശേഷത്തിന് സാക്ഷ്യം പറയണം. സുവിശേഷത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നിൽക്കുവാൻ പാടില്ല. എൻ്റെ കർത്താവ് എന്നിൽ പ്രസാദിക്കണം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മളൊക്കെ എന്തോ സന്തോഷം അനുഭവിക്കുന്ന ആളുകളായിട്ട് തീരുമെന്നറിയാമോ? എന്തൊരു സമാധാനമാണ്, എന്തൊരു വലിയ ആനന്ദമാണ് ഉണ്ടാകുന്നത്. പൂർണ്ണ വിനയം. സാധാരണ വിനയം പോലെ കേട്ടോ. ചില മനുഷ്യരോട് ഇടപെടാന് എൻ്റെ പൊന്നെ തല ചായച്ചു കൊടുത്ത തലയെ കയറും ചില ആളുകൾ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ലോകത്തിൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പൂർണ്ണ. തൊഴിക്കാൻ വരുമ്പോഴും അയ്യോ, ചില വിരളുന്ന പശുക്കളുണ്ട്, തൊഴിക്കും. അതുപോലെ ചില തൊഴിക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പം അവരോടൊക്കെ ഇടപെട്ട് പോകണമെങ്കിൽ വിനയം പോരട്ടോ, പൂർണ്ണ വിനയം തന്നെ വേണം. ഞാൻ പറയാം, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും C.S. ലൂയിസ് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ വായിക്കുകയായിരുന്നു. പലപ്പോഴും മനുഷ്യരുടെ ഇടപാടിൽ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ ആരാണ് എന്നാണ് ആ സംഘർഷത്തിൽ തെളിവാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. യു പ്രൂവ് ഹൂ യു ആർ ഇൻ എ ബാറ്റിൽ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പം ഭാര്യ ഏത് നിലയിലുള്ളതാണെന്ന് ഭാര്യയ്ക്കും, ഭർത്താവ് ഏത് നിലയിലുള്ള ആളാണെന്ന് ഭർത്താവിന് മനസ്സിലാവും. ഇൻ ദ ബാറ്റിൽ യു പ്രൂവ് യുവർസെൽഫ്. നമ്മളുടെ ഒക്കെ മത്സരങ്ങൾ നാം ആരാണ് എന്ന് നമ്മൾ തെളിയിക്കുകയാണ് ചെയ്യുന്നത്, പൂർണ്ണ വിനയത്തോടും. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് സൗമ്യത എന്ന് പറയുന്ന കാര്യമാണ്. പൂർണ്ണ വിനയത്തോടും എന്താണ്? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. സൗമ്യത എന്ന് പറയുന്ന വാക്ക്, അയ്യോ വിനയത്തെക്കുറിച്ചും കൂടെ ഒരു വാക്ക് പറയണം കേട്ടോ. വിനയം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിനു മുൻപ് ഉപയോഗിച്ചിട്ടില്ല. വിനയം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിന് മുൻപ് സെക്യുലർ ലാംഗ്വേജിൽ അങ്ങനൊരു വാക്കില്ല.
അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിനയമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് ലോകത്തുള്ള മനുഷ്യർ അതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ നാട്ടുകാരും പറയുന്നത്, എടാ അധികം കുനിഞ്ഞു കൊടുക്കുന്നു വേണം, തലയിൽ കൂടെ കയറി നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം കഴിച്ചോണം. മറ്റുള്ളവരെ തട്ടി അവരെ തകർക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതാണ് ധീരതയായിട്ട് മനുഷ്യർ കണക്കാക്കിയിരുന്നത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ അതെല്ലാം മാറി കേട്ടോ. പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. ജീസസ് ചേഞ്ച്ഡ് എവറിത്തിങ്. മനുഷ്യന്റെ വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹി ചേഞ്ച്ഡ് എവറിത്തിങ്. അതുകൊണ്ട് ലോകത്തിൽ അവരാരും വേണ്ട എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത വിനയം. അതാണ് ഒന്നാം സ്ഥാനം നൽകിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പൂർണ്ണ വിനയത്തോട്. സൗമ്യത എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, സൗമ്യത എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ വിചാരിക്കുന്നു അത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു പരിഭാഷ എന്ന് പറയുന്നത്, സൗമ്യത എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു പരിഭാഷ എന്ന് പറയുന്നത് മെരുക്കം എന്ന് പറയുന്ന കാര്യമാണ്. മെരുക്കം. നിങ്ങൾക്കറിയാമോ, മെരുങ്ങാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ആന, കുതിര, ഇതൊക്കെ വന്യ മൃഗങ്ങൾ ആയിരുന്നു. വന്യമൃഗങ്ങൾ ആണ്. നിങ്ങൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുതിരയുടെ മണ്ടയ്ക്ക് കയറിയാൽ ഒരു പ്രാവശ്യം കയറുള്ളൂ, പിന്നെ കയറത്തില്ല. എൻ്റെ മോനെ, ഒരു തൊഴിച്ചാൽ ഒരു വെള്ളം ദൂരെ പോയി കിടക്കും. അതിന് ദേഹത്തെങ്ങാനും തൊട്ടാലോ എൻ്റെ മോനെ എന്തോ പണിയാ. ഞാൻ ഒരുപാട് പ്രാവശ്യം കുതിരയുടെ മണ്ടയ്ക്ക് കയറിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം, എൻ്റെ ഓർമ്മ, ഒരു പ്രാവശ്യം കയറി, അമേരിക്ക വെച്ചാ കയറി. അത് കയറി ഇരുന്ന് കഴിഞ്ഞ ശേഷം എന്നോട് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഈ സൂത്രത്തെ എങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞു. ഒരു കുഴിയിലോട്ട് പിടിച്ചാൽ നിങ്ങൾ അങ്ങോട്ടാ പിടിക്കുന്ന, കുഴി ചെന്നിയാടും. ഇതങ്ങനെ സ്റ്റിയറിങ് പോലെ അങ്ങനെ നിൽക്കും. അയ്യോ, ഇതെങ്ങനെ പറ്റി? ഇതിനാ പറയുന്നത് ഈ മെരുക്കം എന്ന് പറയുന്നതായിരിക്കുന്ന പരിപാടി. ഈ തൊഴിയും പരിപാടിയും എല്ലാം അവസാനിച്ചു കേട്ടോ. അതിൻ്റെ ശക്തി ക്രമീകൃതമായ രീതിയിൽ, പ്രയോജനകരമായ രീതിയിൽ രൂപപ്പെട്ടു. അതിനാണ് മെരുക്കം എന്ന് പറയുന്നത്. പ്രൗറ്റൈസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കതാ മെരുക്കം. നമ്മളൊക്കെ നല്ല ശക്തിയും ആവേശവും ഒക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ചോദ്യം ഇതാ, മെരിങ്ങിയതാണോ അതോ ഇപ്പോഴും കാട്ടുകുതിരയെ പോലെയുള്ള ആവേശമാണോ നമുക്കുള്ളത്? ദൈവം നമുക്ക് തന്ന കൃപകൾ, നമ്മളുടെ പ്രത്യേകതകൾ, നമുക്കുള്ള ദൈവം തന്നതായിരിക്കുന്ന കഴിവുകൾ, ഇതൊക്കെ ദൈവനാമ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കുവാൻ കഴിയും വിധം അതിനെ ക്രമപ്പെടുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ആ നിലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമാണ്. അരിസ്റ്റോട്ടിലാണ് എന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, സൗമ്യത എന്ന് പറയുന്നത് എപ്പോഴും കോപിക്കുക, ഒരിക്കലും കോപിക്കാതിരിക്കുക എന്ന് പറയുന്നതിന് മധ്യത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നത്. സൗമ്യത എന്ന് പറഞ്ഞാൽ അത് ബലഹീനതയല്ല കേട്ടോ, ബലഹീനതയല്ല. അന്യായത്തിനും അനീതിക്കും നേരെ കോപിക്കേണ്ട സമയത്ത് കോപിക്കണം, പക്ഷെ കോപിക്കേണ്ട സമയത്തേ കോപിക്കുകയുള്ളൂ. നെവർ ബീയിങ് ആംഗ്രി ആൻഡ് ഓൾവേസ് ബീയിങ് ആംഗ്രി. അത് രണ്ടും ഈ മെരുക്കമില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ദൈവസന്നിധിയിൽ ദൈവം തന്നതായ കൃപകളും ദൈവം തന്ന അനുഗ്രഹങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിനയപ്പെടുത്തി മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് സ്വന്തമായിരിക്കുന്ന അവകാശങ്ങളും സ്വന്തമായ പ്രത്യേകതകളും ഒക്കെ ഉപേക്ഷിച്ച് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ള നന്മയ്ക്കുമായി തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ആ നിലയിൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളെയൊക്കെ ക്രമപ്പെടുത്താനായിട്ട് സാധിച്ചാൽ സമാധാനം എന്നത് അത് സാധ്യമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. രണ്ട് കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അത് രണ്ടും പറയാനായിട്ട് എനിക്ക് നേരമില്ല, എങ്കിലും ഞാനത് വേഗം 2 മിനിറ്റ് എനിക്കിനി ഉള്ളല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ദീർഘക്ഷമ
എൻ്റെ കർത്താവേ ക്ഷമ. ക്ഷമ എങ്ങനെയുണ്ട്? ദീർഘമാണോ? മൂക്കേലാകോ. എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് വിനയത്തോടു കൂടെയാണ് അത് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദീർഘക്ഷമ. അയ്യോ, മനുഷ്യരോട് ക്ഷമിക്കാതെ മനുഷ്യരോട് ചേർന്ന് ജീവിക്കാൻ പറ്റുകയില്ല. ഞാൻ പറയാം, ചില മനുഷ്യരെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാകട്ടോ, അവരൊരു തെറ്റും ചെയ്യത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരോട് ജീവിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട്. തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സഹിക്കാം. തെറ്റ് ചെയ്യാത്ത ആളുടെ പ്രത്യേകത എന്തുവാ? ഏത് തെറ്റ് ചെയ്താലും തെറ്റാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യാത്തത്. നമ്മളൊക്കെ ദീർഘമായി ക്ഷമിക്കുന്ന ആളായി. ഞാൻ എൻ്റെ അവസാനത്തെ ഫൈനൽ മെസ്സേജിന് ഞാൻ ദീർഘക്ഷമയെക്കുറിച്ച് അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞോളാം. കർത്താവ് അത് വളരെ കാര്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇലോൺ മസ്കിൻ്റെ മൂലധനം ഉണ്ട് കേട്ടോ. ഏതാണ്ട് $1 ട്രില്യൺ ഉണ്ട് ഈ 10,000 താലന്ത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 32 കിലോയാണ്. 32 കിലോ സ്വർണ്ണമാ താലന്തായിട്ട് കണക്കാക്കുന്നതെങ്കിൽ 10,000 ഗുണം 32 അത്രയും കാശ. ഇത് ക്ഷമിച്ച് കിട്ടുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ കരഞ്ഞൂട്ടോ. രാജാവിന് മുമ്പിൽ വീണ് എനിക്കൊന്നുമില്ല, ഞാൻ തരാം, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് പറഞ്ഞതാ. അവരെ അദ്ദേഹത്തോട് കഞ്ഞു തോന്നി. 10,000 താലന്ത് ക്ഷമിച്ചു കൊടുത്തു. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് 100 വെള്ളിക്കാശ്. അയ്യോ, വെള്ളിക്കാശും താലന്തും തമ്മിലുള്ള അത് കമ്പാരിസൺ എനിക്കറിയില്ല. വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിട്ടുന്ന കൂലിയാണ് കേട്ടോ. വളരെ കുറവാ. 100 വെള്ളിക്കാശ് അത്രേ ഉള്ളൂ. കൊടുക്കാനുള്ള ഒരു സഹോദരനെ കണ്ടു, സ്നേഹിതനെ കണ്ടു. അവനെ കണ്ടപ്പോൾ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി. അയ്യോ, അത് ശരി. ഞാൻ വിചാരിക്കുന്നു ഞെക്കിയപ്പോൾ കണ്ടിങ്ങനെ മുഴച്ചു കാണും. പിടിച്ച് മര്യാദക്കാണോ പിടിക്കുന്നേ? പിടിച്ചങ്ങ് ഞെക്കിയേച്ച്. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ട് വന്നല്ലോ, ഇനി അങ്ങ് പോട്ടെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ഇവനെ കൊണ്ടുചെന്ന് തടവിലാക്കി. അവൻ്റെ മറ്റ് സ്നേഹിതന്മാർ കണ്ടപ്പോൾ പറഞ്ഞു, നീ എങ്ങനെയാ ഇങ്ങനെ ചെയ്തത്? 10,000 താലന്ത് ക്ഷമിച്ച് കിട്ടിയ ആളല്ലേ. 100 വെള്ളിക്കാശ് ഉള്ള സഹോദരനോട് ക്ഷമിച്ചുകൂടെ? എന്നിട്ട് എനിക്ക് ഈ കൊങ്ങായിക്ക് ഞെക്കിയ ആളിനെ കാണുമ്പോൾ അല്ല, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ്. പക്ഷെങ്കിൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ, ആ മനുഷ്യൻ നീ തന്നെ എന്നെ വിരൽ ചൂണ്ട് എൻ്റെ ചങ്കിന് നേരെ വരുമ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ. എൻ്റെ പൊന്ന സഹോദരങ്ങൾ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ലെന്ന് ആരെക്കുറിച്ചും പറയരുത് കേട്ടോ. ഒരു മനുഷ്യനെക്കുറിച്ചും പറയരുത്. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റൂല പറയരുത്. സ്വർഗത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ മോചിച്ചു കിട്ടത്. രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്ന നമ്മളുടെ പാപങ്ങൾ ഒന്നും കണക്ക് പറയാതെ എല്ലാം ക്ഷമിച്ചു തന്ന കർത്താവിൻ്റെ മുൻപിൽ ആരോടാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? ഏത് പാപമാണ് നമുക്ക് പൊറുക്കുവാൻ സാധിക്കാത്തത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉളവാക്കിയ ത്രിയേക ദൈവം സ്ഥാപിച്ചു തന്ന ഏക പ്രത്യാശയ്ക്കായി വിളിച്ച, ഏക വിശ്വാസവും ആ നിലയിൽ വിളിച്ച നമുക്ക് ദൈവം സ്ഥാപിച്ച സമാധാനം നിലനിർത്താം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.